നല്ല കിടിലനൊരു മാഞ്ഞാലി ചിക്കൻ ബിരിയാണി ആയാലോ? അതിനായി ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം വിനാഗിരി എല്ലാം കൂട്ടി നന്നായി തിരുമ്മിയെടുക്കുക. അതേ ചിക്കൻ ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ചിക്കൻ്റെ സ്റ്റോക്ക് കൂടെ നമുക്ക് എടുക്കാം. സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മാഞ്ഞാലി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്തത് മാറ്റിയ ശേഷം അതേ പാനിലോട്ട് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില ഇതെല്ലാം നന്നായിട്ടിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ തന്നെ മസാലകളൊക്കെ നമുക്ക് അതിലോട്ട് ഇടാം. ഇതിനിടയിൽ തന്നെ നമ്മൾ അപ്പുറത്തെ സ്റ്റവിൽ റൈസിന് ആവശ്യമായ കാഷ്യൂനട്ടും കിസ്മസും ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തു. അതേപോലെ തന്നെ ബിസ്തയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ സവോളയിലേക്ക് മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ആവശ്യത്തിന് ടൊമാറ്റോ കട്ടിങ്സ് കൂടെ ഇടാം. ഇതാ ഞാൻ പറഞ്ഞ ചിക്കൻ സ്റ്റോക്ക് അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതിൻ്റെ ഇടയിൽ മല്ലിയിലയും കൂടി ഇട്ട് ഈ ഷാലോ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ അതിലോട്ടിട്ട് ഒന്ന് നല്ലോണം കുറുകുന്നവർ വേവിച്ചെടുക്കാം. ഇതിനൊരു ഫ്ലേവർ കിട്ടാൻ ബിസ്തയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം അടച്ചു വെച്ച് നന്നായി വേവിക്കുക. ഇനി നമുക്ക് റൈസ് നോക്കാം. ആദ്യം തന്നെ നല്ല പാനിലോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് നമ്മൾ റൈസിനെടുത്ത് വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ്, ക്യാരറ്റ്, സവോള, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂട്ടി നന്നായി വഴറ്റി നമ്മളിവിടെ എടുത്തിരിക്കുന്ന 4 ഗ്ലാസ് അരിയാണ്. അപ്പോൾ അതിലോട്ട് അതിനാവശ്യമായ ഇരട്ടി വെള്ളവും വേണം. അതിനുശേഷം ഈ റൈസിലോട്ട് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലേവറും സ്മെല്ലും ഉള്ള റൈസ് കിട്ടും. ശേഷം ഈ ബിരിയാണി വാഴയിലയിൽ വിളമ്പിയാലുണ്ടല്ലോ നല്ല അടിപൊളി മാഞ്ഞാലി ബിരിയാണി റെഡി.